അതെ, രണ്ടാമത്തെ ചാപ്റ്റർ എടുത്ത് വെച്ചോ. ഒരുപാട് പോർഷൻ തീരാറുണ്ട്. ടീച്ചർ എന്താ ഇവിടെ? അല്ല സാർ, ഇത് എന്റെ പീരീഡാ. അപ്പൊ ഇത് 7B. ഞാൻ എന്താടാ ടീച്ചറെ കാൽ ചവിട്ടി. ആര്? ശ്രീകുട്ടൻ. ഞാൻ ചവിട്ടില്ല, ഇവൻ കള്ളം പറയുന്നു ടീച്ചർ. ശ്രീകുട്ട, സ്റ്റാൻഡ് അപ്പ്. ഞാൻ സത്യമായിട്ടൊന്നും ചെയ്തില്ല ടീച്ചർ. നീ ഇവിടെ വന്നില്ലേ? എന്തൊരു പാടിത്. ശ്രീകുട്ട, അപ്പുറത്തെ ക്ലാസ്സിൽ ചെന്നിട്ട് ലീഡറിന്റെ അടുത്ത് സൗണ്ട് ഉണ്ടാക്കുന്നവരുടെ പേരെഴുതി വെക്കാൻ പറ. ഇനിയും ബഹളം ഉണ്ടാക്കിയാൽ ഞാൻ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞേക്കേ. ഓ, ഭക്ഷ്യശൃംഖലയിലെ ആദ്യത്തെ കണ്ണി എപ്പോഴും ഹരിത സസ്യമായിരിക്കും. എല്ലാരും പെട്ടെന്ന് എഴുതിക്കേ. പറഞ്ഞാ പറഞ്ഞ ആരുമില്ല ടീച്ചറെ. അവിടെ മൊത്തം വൻ ബഹളം. ആ, നിന്റെയൊക്കെ കണക്ക് തന്നെ. പോയിരി. നീ ഇത് എന്തോന്ന് ചെയ്യണ്? ടീച്ചറല്ലേ പറഞ്ഞു അവിടെ വന്നിരിക്കാൻ. ആ, എന്നാ അവിടെ ഇല്ല. അനേക വർഷങ്ങളായി വെയിലും മഴയും ഏൽക്കുന്ന പാറകൾ പൊടിയുന്നു. ചിലപ്പോൾ അവയ്ക്ക് രാസമാറ്റവും ഉണ്ടാകാറുണ്ട്. ഇനി കോമഡി ടൈം. ഉറുമ്പും ആനയും തമ്മിലുള്ള ബോക്സിംഗ് മത്സരം. ഉറുമ്പ് ആനയെ ഒരടി അടിച്ചു, കൊണ്ടില്ല. എന്നിട്ടും ഉറുമ്പ് മത്സരത്തിൽ ജയിച്ചു. എങ്ങനെ എങ്ങനെ പറയൂ, എങ്ങനെ എങ്ങനെ അറിയില്ല? അത് ഞാൻ തന്നെ പറയണം. ഉറുമ്പിന്റെ അടി തെറ്റി, അങ്ങനെ ആന വീണു. അടി തെറ്റി ആന വീഴുമെന്നാണല്ലോ. അങ്ങനെ ഉറുമ്പ് ജയിച്ചു, ആന തോറ്റു. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? നല്ല കോമഡി അല്ലേ? പറ, ചിരി വരുന്നില്ലേ? എന്താ ചിരിക്കാത്ത? നർമ്മബോധമില്ലാത്ത കഴുതകൾ ഇവനെയൊക്കെ ചിരിപ്പിക്കാൻ നോക്കുന്നത് എന്നാണെന്നല്ലേ. വാങ്ങൻ ട്രാജഡി. പട്ടി ചക്കരപ്പാണി സാർ. ഇങ്ങനെ തിരിച്ചു വന്നു ആണോ? 6 മാസം തെളിവെന്നല്ലേ പറഞ്ഞിരുന്നത്? വരണ പോലെ ഞാൻ പോലും ഒന്നും അറിഞ്ഞില്ലല്ലേ. ഓ, അടുത്ത മാസം ചന്ദ്ര സാർ റിട്ടയർ ആവുകയാണല്ലേ. അപ്പൊ പുതിയ HM ആവാനുള്ള വരവായിരിക്കും.
സാർ എത്തിയോ? ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല ടീച്ചറെ. ടീച്ചർക്ക് ഇപ്പം എങ്ങനെയുണ്ട്? ആ, കുഴപ്പമില്ല. ലീവ് തുടങ്ങാറായോ? തുടങ്ങാറായി സാർ. എന്നാ പിന്നെ ടീച്ചർ ഇങ്ങനെ നിൽക്കാതെ സ്റ്റാഫ് റൂമിൽ പോയി ഇരിക്കണം. അല്ല സാർ, ക്ലാസ് കഴിഞ്ഞിട്ട് പോവാം. ഇനിയിപ്പം ഞാൻ വന്നില്ലേ, ഇതെൻ്റെ ക്ലാസ് ആയിരുന്നല്ലോ, ഞാൻ നോക്കിക്കോളാം. 10 മിനിറ്റ് കൂടിയുള്ളൂ സാർ, ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ പോകാം. വേണ്ട, ഞാൻ നോക്കിക്കോളാം. ശരി. ശരി. അയ്യോ വേണ്ട, ഞാൻ തുടച്ചോളാം. ആ ശ്രീകുട്ട, നിനക്കൊരു മാറ്റമില്ലേടേ? ഇന്ന് എന്തായാലും വാ കാണിച്ചു. വാ. പോയി. Whole class stand up. Sit down. Stand up. Sit down. Stand up. അമ്പാടി എന്താ ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്നേ? റൊട്ടേഷൻ ആണ് സാർ. ഇത് റൊട്ടേഷൻ ആണ് സാർ, റൊട്ടേഷൻ. ഞാനിവിടെ ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നോ അങ്ങനെ മതിയല്ല. ഡേ ബാക്കി പോയി. എല്ലാവരും ഓരോരുടെ പ്ലേസിൽ പോയി. അമ്പാടി ഫ്രണ്ട് വന്നിരി. ഇനി ഇങ്ങനെ ആയിരിക്കും. യെസ് സാർ. കേട്ടല്ലോ? എന്താ വിജയ? സാറേ ഇപ്പൊ എങ്ങനെയുണ്ട്? ആ ചത്തില്ല. കഴിഞ്ഞ സയൻസ് ഫെയറിൽ അമ്പാടി പ്രസന്റ് ചെയ്ത സ്റ്റിൽ മോഡൽ ഈ പ്രാവശ്യത്തെ ഉപജില്ലാ മേളയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും അമ്പാടിക്ക് ഒരു കയ്യടി കൊടുക്കുക. തുടങ്ങി. ഒരു കുഴപ്പമില്ല. പേര്? മായ. ചക്രപാണി സാറല്ലേ? അതെ അതെ. എപ്പോൾ ജോയിൻ ചെയ്തു? 1 മാസമായി. മായ, ഇതെൻ്റെ സീറ്റാണ്. എന്താ സാർ? അതെ, ഇതെൻ്റെ സീറ്റാണ്. ഞാനവിടെ മുന്നേ ഇരുന്നത്. ഇവിടെ ആകെ ഒരുമാതിരി. എന്നാ ശരി. ഇതും കൂടെ. ടീച്ചറെ ഇനി വാ, നമുക്ക് ഇവിടെ ഇരിക്കാം. ടീച്ചറൊന്നും കാര്യാക്കണ്ട. അയാളൊരു ടൈപ്പാ. അയാൾക്കും ആരെ ഇഷ്ടമല്ല, അയാളെ ആർക്കും ഇഷ്ടമല്ല. പാണ്ടി ലോറി ഇടിച്ചിട്ടിട്ടും തിരിച്ചു വന്നെന്ന് പറഞ്ഞ വല്ലാത്ത ജമ്മം തന്നെ. ഇനിയൊന്ന് വൈകിട്ടൊന്ന് നോക്ക്, നന്നായിരിക്കും. നീയൊക്കെ ഇങ്ങനെ പേടിക്കാതെ. ഓ, അത് നമ്മളിന്ന് കണ്ട്. നീയാളെ ഏറ്റവും പേടിച്ചോളാം. കഴിഞ്ഞ വർഷം ഓർമ്മയുണ്ടല്ലോ. പിന്നെ നിന്നെയൊക്കെ സ്വന്തം മക്കളെ പോലെയല്ലേ അങ്ങനെ കാണണം. ഡാ അതല്ലടാ, അങ്ങനെ നിന്റെ അടുത്ത് മാത്രം എന്തോ പ്രത്യേക കലിപ്പുണ്ട്. എടാ,
മീനാക്ഷി ഉച്ചയ്ക്ക് ചോറ് കഴിക്കാറുണ്ട്. എന്റെ അറിവിന്റെ തേൻകുടമേ, നമ്മൾ ആരും അറിഞ്ഞില്ലായിരുന്നു കേട്ടാ. അതല്ലെന്ന്, അവളും അവളുടെ ബെഞ്ചിലെ ടീമും കഴിച്ചു തരുമ്പോഴേ താമസിക്കും. അപ്പോ കൈ കഴുകുന്നിടത്ത് ആരും ഉണ്ടാവൂല. അപ്പൊ ഇവനെ ചെന്ന് പറയാൻ പറ്റിയ ടൈമാണ്. ഏടാ ബുദ്ധിമാനെ, നല്ല മുട്ടായ ഐഡിയ. പറയാൻ പറ്റിയ സ്പോട്ടും. ഏത് ആ വേസ്റ്റ് ആറുന്ന പൈപ്പിന്റെ മൂട്ടില? പിന്നെ നീ അവളുടെ വീട്ടിൽ പോയി പറയോ? നീ നാളെ പറയും. ഉണ്ടുണ്ട്. അത് മതിയോ? ഇത് വേണോ? വേണ്ടേ? എടാ ഇന്ന് വന്നേ എടുത്ത് കഴിയും. ആഴോ ആ ചെറുക്കനെ കണ്ടു കിട്ടിയെന്ന് പറയാൻ വിളിച്ചായിരിക്കും അല്ലേ? നമ്മുടെ നാരായണ സ്കൂളിന്റെ ഓപ്പോസിറ്റുള്ള ആ സീരിയൽ നടന്റെ കടയില്ലേ, ഒരു കഥർധാരിയാണ് കൽപ്പറ്റ. സീരിയൽ നടന്ന ഇതിൽ പങ്കുണ്ടെന്നാണ് തോന്നുന്നത്. അയ്യോ, അയാൾ മഞ്ജു കൊടുത്ത് കൊച്ചിനെ പ്രലോഭിപ്പിക്കുകയാണെന്നാണ് തോന്നുന്നത്. പിടിച്ചു വാങ്ങിക്കാനെ. എടാ എവിടാ നീ? എടുത്തോളാം. ചെറുക്കനെ കിട്ടിയ കാര്യം പറയാൻ വിളിച്ചായിരിക്കുമല്ലേ? നീ മിണ്ടരുത്. അവന്റെ വാട്സപ്പ് പോസ്റ്റർ, ബ്രോഡ്കാസ്റ്റ്, മെസ്സേജ് നീ ഒറ്റ എടുത്താൻ പറഞ്ഞോണ്ടാണ് ഞാൻ എന്റെ ചെറുക്കനെ കാണാനില്ലെന്നും പറഞ്ഞ് പരസ്യം കൊടുത്ത്, അറിയാമോ? ഇപ്പൊ എന്റെ തെറ്റായില്ലേ? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാണ് ഇവനെ കാണാനില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടെ കിടന്ന് കരഞ്ഞത്? അപ്പൊ ഞാൻ എന്റെ ഒരു ബുദ്ധി ഉപയോഗിച്ചു പോയി. ഉണ്ട ചോറിനൊരു അല്പം നന്ദി. പറക്കി കഴിഞ്ഞില്ലടാ. എത്ര 150. എത്ര? 150. അവളെത്തിയില്ല, ഇപ്പൊ വരും. നീ റെഡിയല്ലേ? എന്തായാലും വൈകുന്നേരം നീ ഡാൻസിന് വരൂലേ? ആ വരും. അപ്പൊ ഞാൻ പറഞ്ഞു ഇവനെ കൊണ്ട്. ഹായ് മീനാക്ഷി. ഹായ്. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഹോംവർക്ക് എഴുതിയില്ല. ഹോംവർക്ക് ബുക്ക് എന്ന് പറഞ്ഞേ മറന്നുപോയി. തരാല. പിന്നെ അച്ഛനും അമ്മയ്ക്കൊക്കെ സുഖം തന്നെ. മാമനെ കണ്ട് കുറെ നാളായില്ലേ ഗൾഫിൽ തന്നെ. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് മീൻ വറുത്തായിരുന്നു. എനിക്ക് എന്താടാ? അവളിപ്പൊ തിരിഞ്ഞു നോക്കും. നിന് ഇഷ്ടമാണെങ്കിൽ ഇപ്പൊ തിരിഞ്ഞു നോക്കും. പലട്ട് 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 തന്നെ. ഓ ഇപ്പൊ തിരിഞ്ഞു നോക്കും. നമുക്കേ അമ്പലത്തിന്റെ തൊഴിൽ കയറാം. നീ എന്നോട് വല്ല റിവെഞ്ച് എടുക്കുവാണോ? എന്താണ് അങ്ങനെ ടോക്ക്? ഒന്നുമില്ല. ഡോക്ടർ ഡെയിലി വൈകുന്നേരം നടക്കണമെന്നല്ലേ പറഞ്ഞുള്ളൂ. അല്ലാതെ സാറിന് ഇതിപ്പോ എന്തോ കിലോമീറ്ററുകളോളം നടത്തിക്കണമെന്ന് ഉദ്ദേശമുള്ള പോലെ ഉണ്ടല്ലോ. നമ്മുടെ പിള്ളേർക്ക് വേണ്ടിട്ടല്ലേ നടക്ക്. കോശി സാറല്ലേ അത്? കോയി സാറേ, എന്ത് ഇവിടെ ഇറങ്ങുന്നത്? നമ്മുടെ മേടലെ ചന്ദ്രൻ മാവേന്ന് ഇവിടെ പരിക്ക് പറ്റി കിടക്കായിരുന്നു. ഒന്ന് കാണാന്ന് വെച്ചിറങ്ങിയായിരുന്നു. എവിടെയാണ് അവന്റെ വീട്? അയ്യോ, ഈ വഴിയില്ലേ സാറേ? ആണല്ലേ, എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു. ഒരു കാര്യം ചെയ്യ്, നിങ്ങളവിടെ വാ. ഞാൻ കുറച്ച് പേരക്കൊക്കെ മേടിച്ചിട്ടുണ്ട്. പേരക്ക അസ്ഥിക്ക് നല്ലതാ. വാ. വയ്യ സാറേ, അങ്ങോട്ട് കേറണ്ടേ, നല്ല ക്ഷീണമുണ്ട്. എന്നാ പിന്നെ ടീച്ചർ അവിടെ നിൽക്കട്ടെ. ഗുപ്തൻ സാർ വാ, ഒരു കമ്പനിക്കാ. വാന്നേ. അല്ല വരുന്നില്ലേ? ആ സാർ വരുവാ. കേട്ടു പണ്ട് ഞാൻ എപ്പോഴും വന്നോണ്ടിരുന്ന വഴിയാ. പക്ഷെ ഇപ്പൊ മറന്നുപോയി. ആ, എന്നോട് ആരാ പറഞ്ഞെന്ന് ഞാൻ മറന്നുപോയി. ചന്ദ്രനെ കാത്തോളേ. എന്തോന്നാ ആ കയറിപ്പോ ടീമിനെ കണ്ട? അത് നമ്മളെ നാരായണ സ്കൂളിലെ സാറന്മാരല്ലേ? ഓ, ആ സാറിനെയും ടീച്ചറിനെയും നമ്മളെ പിള്ളേരുടെ പേരെന്താണെന്നറിയാ? DC-ന്ന്. DC-യാ? ഓ, ഡേഞ്ചർ കപ്പിളെന്ന്. അതെന്തരി? ഈ രണ്ടെണ്ണം കൂടി വയ്യാതെ കിടക്കുന്ന ആരെങ്കിലും പോയി കണ്ടാണ്ടല്ല, 3-ാം പക്കം കാറ്റ് പോവും എന്നാണ് പിള്ളേര് പറയണത്. പിള്ളേര് കൊച്ചെന്തെങ്കിലും പറയാം. നിങ്ങളാ ഏജ് പോവണം. ഡേ ഉള്ളതാണെന്ന്. 1-2 കേസല്ല, 2-3-4 കേസായി. പിന്നെ അവസാനം പോയതാരെന്നറിയാ? ആ സോമപിള്ള സാറ്. ഒന്നും പറയാൻ പറ്റില്ല, ഇതിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ വണ്ടി എടു. 10-40 വയസ്സായി പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കുള്ളതിന്. പിന്നെ ഐസ്ക്രീം സ്റ്റിക്ക് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എന്തൊരു പണിയാ. പശയും തെർമോക്കോളും വെച്ചൊക്കെയാണ് ഉണ്ടായിരുന്നത്.
ഇവനൊക്കെ ജനിച്ചതിന്റെ ലീഡറാവാനും മിനിറ്റിൽ ഉണ്ടാക്കാനും നമുക്കിത് ഇനി പഠിക്കണം. അമ്പാടി ചെയ്ത ഈ ഒരു എഫേർട്ടിനെ നമ്മൾ അഭിനന്ദിച്ചേ മതിയാവും. അത് മാത്രമല്ല, ഈ പ്രാവശ്യത്തെ ഉപജില്ല ക്വിസ് കോമ്പറ്റീഷനിൽ നമ്മുടെ സ്കൂളിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് അമ്പാടിയാണ് അല്ലേ? എല്ലാവരും ഒന്ന് കൈയടിക്ക്. ഒരു പ്രാവശ്യം അടിച്ചില്ലേ, പിന്നെ എന്നൊന്ന് നീ വീണ്ടും അടിക്കുന്നത്? ഇതുപോലുള്ള നല്ല ഐഡിയാസാണ് സയൻസ് ഫെയറിനൊക്കെ വരേണ്ടത്. ഇവിടുന്ന് വേറെ ചിലതൊക്കെ ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞു. എന്തിനാ? ഗ്രേസ് മാർക്കിന് വേണ്ടി, ചുമ്മാ ആർക്കോ വേണ്ടി ഒക്കാനിക്കാനായിട്ട്. നമുക്കിട്ടാണല്ലോ മച്ചമ്പി. ഇവിടെ അമ്പാടി ഒരു എക്സാമ്പിൾ. ടാലൻറ്റും ഒബ്സർവേഷൻ സ്കില്ലും ഉപയോഗിക്കാതെ ആർക്കൊന്നും നേടാൻ പറ്റില്ല. സാറേ, ചന്ദ്ര സാർ വിളിക്കും. വിജയ, ഈ മോഡൽ സേഫായിട്ട് എടുത്ത് വെക്കണം. സ്റ്റോർ റൂം വെച്ചാൽ മതി, സൂക്ഷിക്കണം. ശരി സാർ. പിന്നെ എന്തേലും കൊണ്ടാന്ന് മൂടിയേക്ക്. ഇവിടെ പിടിക്കാൻ എന്ത്? നിങ്ങളുടെ മോഡലും അടിപൊളിയായിരുന്നു. നിന്റെ സർട്ടിഫിക്കറ്റ് രാഷന്റെ കടയിൽ കൊണ്ട് കൊടുത്താൽ മതി. വൈകുന്നേരം വരുമ്പോൾ ഞാൻ വാങ്ങിച്ചോളാം കേട്ടാ. ഹലോ വിജയൻ ചേട്ടാ, ഗ്രൗണ്ടിലോട്ട് വാ. പിന്നെ ബോധം കിട്ട്. വീണ്ടും വീണ. എന്തോ പറയാനാ, സ്കൂട്ടിൽ ഇത്ര കോണം വരച്ച എന്തോ തരാൻ ചോദിക്കാൻ പഠിച്ചതാ. ഒരു ഒറ്റ ഓട്ടം വെയിൽ കൊണ്ട് പാപ്പം ബോധം കിട്ട്. ഞാൻ പറഞ്ഞു. സാർ അറിഞ്ഞില്ലേ, നമ്മളെ മേഡല്ലേ ചന്ദ്രചേട്ടൻ മരിച്ചുപോയി. അയ്യോ, വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. പുള്ളിയുടെ തലയിൽ രക്തസ്രാവം ഉണ്ടായിരുന്നു. പുള്ളി എണ്ണ തടവിയിരുന്നു. ആരും അറിഞ്ഞില്ല. എന്നായിരുന്നു? ഇന്ന് രാവിലെ. ഗുപ്ത സാറേ, അന്ന് വൈകാതെ കിടന്നപ്പോ നമ്മള് പോയി കണ്ടത് ഇപ്പൊ നന്നായില്ലേ? അപ്പൊ ഗുപ്ത സാർ പോയായിരുന്നല്ലേ? അയ്യോ, സാറ് മാത്രമല്ല, ടീച്ചറും ഉണ്ടായിരുന്നു. ഓർക്കുന്നില്ലേ, ഞാൻ മാങ്ങയൊക്കെ ആയിട്ട് കൂടില്ലേ? മാങ്ങയല്ല സാർ, പേരക്ക. പേരക്ക, അതെ അതെ, അത് ഞാൻ മറന്നുപോയി. എപ്പോഴാ ചടങ്ങ്? 2 ദിവസം കഴിയും സാറേ. ഒരുത്തൻ വെളിയിലാണ്, ഐസ് ഒട്ടിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പേരക്കായിരുന്നു മാത്രം മറന്നുപോയി. പ്രിയപ്പെട്ട മീനാക്ഷിക്ക്, നിനക്കവിടെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കിവിടെ സുഖമാണ്. ഞാൻ നിന്നെ ലവ് ചെയ്യുകയാണ്. ഡേ, ഇതെങ്ങനെ അവളെ ടീച്ചർമാർക്ക് പറഞ്ഞു കൊടുത്താൽ എന്ത് ചെയ്യും? ഞാനിത് തന്നോണ്ട് എന്നോട് ദേഷ്യം തോന്നരുത്. ടീച്ചർമാരോട് പറയുകയും ചെയ്യല്. എന്ന് സ്വന്തം ശ്രീകുട്ടൻ. ഈ ഇന്ന് തന്നെ പോയി പറഞ്ഞില്ലെങ്കിലാണ് എന്ന് നിന്നെ താങ്ങിക്കൊണ്ട് നടക്കാൻ പറ്റൂല. ഈ പുല്ലിനകത്ത് ഇത്ര വെള്ളം ഉണ്ടായിരുന്നു.